Hi students, MR Physics ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് 2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂളംസ് ലോ ആണ് പഠിച്ചത്. രണ്ട് ചാർജസുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ തരുന്ന കൂളംസ് ലോ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. According to Coulomb's law, the electrostatic force between two charges is directly proportional to product of the charges and inversely proportional to square of the distance between them. That is, if Q1 and Q2 are separated by a distance r in free space, then according to Coulomb's law, F proportional to Q1 Q2 by r square, or F is equal to 1 by 4 pi epsilon 0 Q1 Q2 by r square എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. Here epsilon 0 is called permittivity of free space and its value is 8.85 into 10 raised to minus 12. The value of 1 by 4 pi epsilon 0 is 9 into 10 raised to 9. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂളംസ് ലോ ഉപയോഗിച്ചിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, ഇക്വേഷൻ പഠിച്ചു. അവിടെ നമ്മൾ ജസ്റ്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് മനസ്സിലാക്കിയത്. രണ്ട് ചാർജസുകൾക്കിടയിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കറിയാം ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. വെക്റ്റർ എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, എന്തുകൂടി ഉണ്ടാവും, ഡയറക്ഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. കൂളംസ് ലോന്റെ വെക്റ്റർ ഫോം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് ചാർജസുകൾ കൺസിഡർ ചെയ്യുകയാണ്. ആരൊക്കെയാണ്? Q1ഉം Q2. സപ്പോസ് Q1 ആൻഡ് Q2 ആർ ലൈക്ക് ചാർജസ്. Q1 ഉം Q2 ഉം ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സിന്റെ നേച്ചർ എന്തായിരിക്കും? റിപ്പൾസീവ് ആയിരിക്കും. അൺലൈക്ക് ചാർജസ് പരസ്പരം അട്രാക്ട് ചെയ്യും. ലൈക്ക് ചാർജസുകൾക്കിടയിൽ എന്താ ഉണ്ടാവുക? റിപ്പൽഷൻ ആണ് ഉണ്ടാവുക അല്ല. അതായത് Q1 Q2നെയും റിപ്പൽ ചെയ്യും, Q2 Q1നെയും റിപ്പൽ ചെയ്യും. ആദ്യം നമ്മൾക്ക് Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? നമ്മൾക്കറിയാം Q1ഉം Q2ഉം ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് തന്നെ Q1 Q2നെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ആ റിപ്പൽ ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഇതാണ് Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. Q1ൽ നിന്ന് Q2ലേക്ക് അലോങ് ദിസ് ഡയറക്ഷൻ. അതാണ് Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് ഡ്യൂ ടു Q1 നമുക്ക് ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ ഫോഴ്സിനെ F21 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q2 ഡ്യൂ ടു Q1. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നത്? F21 എന്ന് കൊടുക്കുന്നത്. ഇതാണ് F21ന്റെ ഡയറക്ഷൻ. ഇതേ ഡയറക്ഷനിലുള്ള, അതായത് F21 ഡയറക്ഷൻ നിങ്ങൾ എങ്ങോട്ടേക്കാണെന്ന് നോക്കുക, Q1ൽ നിന്ന് Q2ലേക്കാണ് അല്ല. അപ്പൊ Q1ൽ നിന്ന് Q2ലേക്കാണ് F21 ഡയറക്ഷൻ. അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ യൂണിറ്റ് വെക്ടർ നമുക്ക് എന്ത് പേര് കൊടുക്കാം? Q1ൽ നിന്ന് Q2ലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പേര് കൊടുക്കുന്നു? R12 ക്യാപ്പ് എന്ന് പേര് കൊടുക്കുന്നു. R12 ക്യാപ്പ് എന്ന് പേര് കൊടുക്കാൻ കാരണം ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം Q1 to Q2. അങ്ങനെയാണെങ്കിൽ F21ന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ F21 ഈക്വൽസ് എന്താണ്? ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കൂളംസ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ 1 by 4 pi epsilon 0 ഫ്രീ സ്പേസിലായതുകൊണ്ട്
into Q1 Q2 divided by R square. ഇത്രയും എഴുതിയാൽ എന്ത് മാത്രമേ ആവുന്നുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവുന്നുള്ളൂ. ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? R12 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം R12 ക്യാപ്പ് ആണ് F21 ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇൻറ്റു R12 ക്യാപ്പ്. ഇതാണ് Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്ടർ ഫോം. വെക്ടർ F21 ഈക്വൽസ് 1/4 pi epsilon 0 Q1 Q2 by R square into R12 cap, where R12 cap is the unit vector along the direction of vector F21. Clear? അടുത്തത് ഇതേപോലെ Q1 ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, Q2 Q1നെയും റിപ്പൽ ചെയ്യുന്നുണ്ട്. Q2 Q1നെ റിപ്പൽ ചെയ്യുമ്പോൾ ആ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡ്യൂ ടു Q2, അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പേര് കൊടുക്കുന്നു? F12 എന്ന് പേര് കൊടുക്കുന്നു. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ഡ്യൂ ടു Q2. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ Q2ൽ നിന്ന് Q1ലേക്കല്ല ഈ ഡയറക്ഷൻ. ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഞാൻ എന്ത് പേര് കൊടുക്കുന്നു? Q2ൽ നിന്ന് Q1ലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് ഞാൻ എന്ത് പേര് കൊടുക്കുന്നു? R21 ക്യാപ്പ് എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയതുപോലെ നമുക്ക് വെക്ടർ F12 ഇക്വേഷൻ എഴുതാം. എന്താണ് വരിക? വെക്ടർ F12 ഈക്വൽസ് 1/4 pi epsilon 0 Q1 into Q2 divided by R square. ഇത്രയും എഴുതിയാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവുന്നുള്ളൂ. ഇൻറ്റു R21 ക്യാപ്പ്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാണ് F21ന്റെ ഡയറക്ഷനും F12ന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. F21ന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് F12ന്റെ ഡയറക്ഷൻ. പക്ഷെ രണ്ടാമത്തെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. F21ന്റെയും F12ന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ദേ ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? വെക്ടർ F21 is equal to minus വെക്ടർ F12 അല്ല, കാരണം F21ന്റെയും F12ന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. 1/4 pi epsilon 0 Q1 Q2 by R square, but they are acting in opposite direction. F21ഉം F12ഉം നെഗറ്റീവ് വെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ വെക്ടർ F21 നെഗറ്റീവ് വെക്ടർ ആണ് വെക്ടർ F12 എന്ന് നമുക്ക് പറയാം. അതായത് രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. Q1 Q2ന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതേസമയം തന്നെ Q2 Q1ന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ച ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ആണ് ഓർമ്മ വരുന്നത്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ല. ഇവിടെ Q1 Q2ന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് Q2 Q1ന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നു അല്ലേ. ദാറ്റ് മീൻസ് Q1 and Q2 or Coulomb's law obeys which law of motion? Newton's third law of motion. ഞാൻ ഇവിടെ 3 ലൈക്ക് ചാർജസുകൾ കൺസിഡർ ചെയ്യുകയാണ്. 3 ലൈക്ക് ചാർജസ് ആരൊക്കെയാണ്? Q1, Q2 and Q3. These 3 charges are like charges. Q2ൽ നിന്ന് Q1ലേക്കുള്ള സെപ്പറേഷൻ R21 ആണ്. Q3ൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസ് R31 എന്നും ഞാൻ കൊടുക്കുന്നു. ഇവിടെ what is the force experienced by Q1? Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ആൻസർ പറയാൻ പറ്റും? നോക്കാം. Q1ന്റെ മുകളിൽ Q2 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതേ Q1ന്റെ മുകളിൽ Q3യും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അല്ല. Q1ന്റെ മുകളിൽ Q2 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതേ Q1ന്റെ മുകളിൽ Q3യും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെക്ടർ സം ഓഫ് ഫോഴ്സ് ഡ്യൂ ടു Q2 ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു Q3. The net force experienced by Q1 is the vector sum of force due to Q2 and force due to Q3. അങ്ങനെയാണെങ്കിൽ Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് നമുക്ക് നോക്കാം.
ഞാൻ പറഞ്ഞു Q2ഉം Q1ഉം Q3ഉം ഒക്കെ ലൈക്ക് ചാർജസ് ആണ്. അതുകൊണ്ട് തന്നെ Q2 Q1 എന്താ ചെയ്യുക? ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് Q2 Q1 റിപ്പൽ ചെയ്യും. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ഡ്യൂ ടു Q2 ഇതാണ് ഡയറക്ഷൻ. അതിന് ഞാൻ F12 എന്ന് പേര് കൊടുക്കുന്നു. വെക്ടർ F12 ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ഡ്യൂ ടു Q2. നേരെ മറിച്ച് Q3ഉം Q1ഉം ലൈക്ക് ചാർജസ് ആണ്. അതുകൊണ്ട് തന്നെ Q3 Q1 എന്ത് ചെയ്യും? Q3 Q1നെ റിപ്പൽ ചെയ്യും. Q3യും Q1 റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഇതാണ് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇനി ഈ ഫോഴ്സിന് ഞാൻ എന്ത് പേര് കൊടുക്കാം? വെക്ടർ. ഈ ഫോഴ്സിന് ഞാൻ വെക്ടർ F13 എന്ന് കൊടുക്കുന്നു. കാരണം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ഡ്യൂ ടു Q3. ഇവരുടെ രണ്ടാളുടെയും വെക്ടർ സം ആയിരിക്കും. വെക്ടർ F12ന്റെയും വെക്ടർ F13യുടെയും വെക്ടർ സം ആയിരിക്കും Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. The total force experienced by Q1, അതിന് ഞാൻ വെക്ടർ F എന്ന് കൊടുക്കുന്നു. That will be vector sum of vector F12 and vector F13. The net force experienced by Q1 is the vector sum of force due to Q2 and force due to Q3. ഇവിടെ F13ന്റെയും F12ന്റെയും വെക്ടർ സം കണ്ടെത്താൻ നമ്മൾക്ക് ഏത് ലോ അപ്ലൈ ചെയ്യാം? കഴിഞ്ഞ വർഷം പഠിച്ച പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? F12നെയും F13നെയും ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരലോഗ്രാമിന്റെ ഡയഗണൽ F12ന്റെയും F13യുടെയും ഒറിജിനിൽ നിന്ന് വരക്കുന്ന പാരലോഗ്രാമിന്റെ ഡയഗണൽ represents the direction of the resultant vector F. വെക്ടർ Fന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഡയറക്ഷനിലാണ് ആര് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? Q1 ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. The force experienced by Q1 vector F is the vector sum of force due to Q2 and force due to Q3. ഇനി ഇവിടെ Q2ഉം Q3യും മാത്രമല്ല, Q4, Q5, Q6 etc. n ചാർജസ് ഉണ്ടെന്ന് കരുതിക്കും. അങ്ങനെയാണെങ്കിൽ the net force experienced by Q1 നമുക്ക് എന്ത് എഴുതാം? വെക്ടർ F12 plus വെക്ടർ F13 plus etc. plus വെക്ടർ F1n എന്ന് എഴുതാം. അതായത് the net force experienced by Q1 is the vector sum of forces due to individual charges. The net force experienced by Q1 is the vector sum of forces due to individual charges. Q1ന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? Q2 മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെയും Q3 മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെയും വെക്ടർ സം ആണ്. ഇവിടെ ഈ രണ്ട് ചാർജസുകൾ മാത്രമേ ഉള്ളൂ. n ചാർജസ് ഉണ്ടെങ്കിലോ Q1 മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെയും Q2 മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെയും Q3 മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെയും പ്ലസ് എക്സെട്രാ പ്ലസ് Qn മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെയും വെക്ടർ സം ആയിരിക്കും Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന net force. This principle is called principle of superposition. This principle is called the principle of superposition. According to principle of superposition, the force experienced by Q1 is the vector sum of the net force experienced by Q1 is the vector sum of forces due to individual charges.